എല്ലാവർക്കും 4K ഫിലിം എന്റർടൈൻമെന്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ 4K ഫിലിം എന്റർടൈൻമെന്റ്സിന്റെ ഫുഡ് സ്പോട്ടിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി നോൺ വെജ് ഐറ്റമാണ്. കുറച്ച് നാളായിട്ട് നമ്മൾ വെജ് ഐറ്റംസ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ഐറ്റമാണ് അതുകൊണ്ട് കൊണ്ടുവന്നേക്കുന്നത്. ഒരു കറിയുടെ പേരിൽ ഒരു നാട് തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു ഐറ്റം, അതായത് നമ്മുടെ ചെട്ടിനാട് ചിക്കൻ കറി. ആ ഒറ്റ ചിക്കൻ കറി, ആ മസാല കൂട്ടും കൊണ്ട് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ചെട്ടിനാട്. അപ്പോൾ ഈ ചെട്ടിനാട് ചിക്കൻ കറിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മസാല കൂട്ടാണ്. അപ്പം നമുക്ക് നമ്മുടെ ചെട്ടിനാട് ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിൻ്റെ കൂട്ട് തന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലൊന്ന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ചെട്ടിനാട് ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയാം, ഒരു 2 സ്റ്റെപ്പായിട്ട് നമുക്ക് ഇതിനെ തിരിക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഫേമസ് ആയിട്ടുള്ള ഈ മസാല കൂട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ മസാല കൂട്ട് ആദ്യമേ ഉണ്ടാക്കിയെടുക്കാം, പിന്നെ കറി വെക്കാം. നമ്മുടെ ചെട്ടിനാട് ചിക്കനെ ഇത്രയും ഫേമസ് ആക്കുന്നത് ഇതിൻ്റെ മസാലക്കൂട്ടാണ്. ഈ മസാലക്കൂട്ടിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. നമ്മൾ ആദ്യമേ നോക്കുമ്പോൾ കുരുമുളകാണ്. ഇതിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് 3 പട്ട എടുത്തിട്ടുണ്ട്, ഒരു 5 തക്കോലും എടുത്തിട്ടുണ്ട്, 5 or 6 വറ്റൽമുളക് എടുക്കാം നമുക്ക്. പിന്നെ ഏലക്ക ഒരു 3 ഏലക്ക എടുത്താൽ മതി. പിന്നെ അതിൻ്റെ കൂട്ട് തന്നെ ഗ്രാമ്പു ഒരു 4 എടുത്തിട്ടുണ്ട്. പിന്നെ കശുവണ്ടി എടുത്തിട്ടുണ്ട്. കശുവണ്ടി ഒരു 5 or 6 ആയിക്കോട്ടെ, കുഴപ്പമില്ല. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ പെരിഞ്ജീരകമാണ്. പെരിഞ്ജീരകം 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ട് തന്നെ നമ്മുടെ മല്ലി അതിപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ഒരു 3 ടേബിൾ സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ട് നമുക്ക് വേണ്ടുന്ന സാധനമാണ് ഒരു മുറി തേങ്ങാ പീര നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ചെട്ടിനാട് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടുന്ന മസാലക്കൂട്ട്. ഈ മസാലക്കൂട്ടാണ് ഈ ചെട്ടിനാട് ചിക്കനെ ഇത്രയും ഫേമസ് ആക്കുന്നത്, ഇത്രയും ടേസ്റ്റി ആക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മസാലയും തേങ്ങയും എടുത്ത് ചൂടാക്കിയിട്ട് നമുക്ക് നമ്മുടെ ചെട്ടിനാട് ചിക്കൻ്റെ മസാല കൂട്ടുണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചെട്ടിനാട് ചിക്കനുള്ള മസാലക്കൂട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മസാലക്കൂട്ട് നമ്മുടെ ഈ തേങ്ങയും കൂടി നല്ലോണം ഒന്ന് വറക്കണം നമുക്ക്. അപ്പോൾ ആദ്യമേ നമുക്ക് ഈ ചട്ടി ഒന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പം ചട്ടി പെട്ടെന്ന് ചൂടാവും, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡക്ഷൻ ആയതുകൊണ്ട് പെട്ടെന്ന് ചൂടാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമേ നമ്മുടെ പട്ടവകകളൊക്കെ ഇട്ട് കൊടുക്കാം. ആദ്യമേ നമ്മുടെ പട്ട ഇട്ട് കൊടുക്കാം. നമ്മളെടുത്ത പട്ട 3 പട്ട ഇട്ട് കൊടുക്കാം. പിന്നെയെന്ന് പറയുന്നത് ഇത് തക്കോലമാണ്, തക്കോലം ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് കുരുമുളകും ഇട്ട് കൊടുക്കാം. നമ്മളിപ്പം 1 ടേബിൾ സ്പൂൺ കുരുമുളകാണ് എടുത്തേക്കുന്നത്. പിന്നെ നമ്മുടെ ഏലക്കയും ഗ്രാമ്പും കൂടി ഇട്ട് കൊടുക്കണം. ഏലക്കയും ഗ്രാമ്പും കൂടി ഇട്ടിട്ട് ഇതൊന്ന് ഇളക്കണം. ഇത് ജസ്റ്റ് ചൂടായി വരണം. ഇതിനൊക്കെ മൂപ്പ് കൂടുതലുള്ളതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ചൂടായി വരണം. മുളകും പെരിഞ്ജീരകവും ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും, അതുകൊണ്ടാണ്. ഇനി നമുക്ക് ഇടേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെടുത്ത 5 വറ്റൽമുളക് ഉണ്ടല്ലോ, അതങ്ങോട്ട് പൊട്ടിച്ച് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഇളക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കൊത്തമല്ലി ഉണ്ടല്ലോ, ഉണക്കമല്ലി, മല്ലി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. മല്ലി ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം. നമ്മുടെ മല്ലിയും മുളകും എല്ലാം നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ പെരിഞ്ജീരകം ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ മല്ലി മസാലയൊക്കെ നല്ലോണം ചൂടായിട്ടുണ്ട്. നമ്മുടെ കാഷ്യൂനട്ട് ഉണ്ടല്ലോ, ആ 5 കാഷ്യൂനട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ തേങ്ങാപ്പീര അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കണം. അപ്പോൾ നമ്മുടെ തേങ്ങ നല്ലോണം മൂത്ത് വരണം. അപ്പോൾ നമ്മുടെ തേങ്ങയും മസാലയൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മിക്സിയിലിട്ടതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചെട്ടിനാട് ചിക്കന് വേണ്ടുന്ന അരപ്പ് നമ്മൾ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ മസാലയും തേങ്ങയും കൂടി നല്ലോണം അരച്ചതാണ്. ഒരിച്ചിരി എണ്ണ ഇറങ്ങിയിട്ടുണ്ട്, അത് കുഴപ്പമില്ല, അത് കാര്യമാക്കണ്ട. ഇനിയിപ്പോൾ നമുക്ക് വേറെ വേണ്ടുന്ന സാധനങ്ങൾ, നമ്മുടെ കറി ഉണ്ടാക്കാൻ വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തക്കാളിയാണ്. ഇപ്പോൾ ഒരു 3 തക്കാളി എടുത്തിട്ടുണ്ട്. നമ്മൾ 3 തക്കാളി കട്ട് ചെയ്തതാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരച്ചെടുത്തതാണ്, ഒരു 2 ടീസ്പൂണുണ്ട്. പിന്നെ മെയിനായിട്ട് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൊച്ചുള്ളിയാണ്, ചുമന്നുള്ളി. അത് ഞാൻ നടുക്കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, 2 പീസാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ബൗളാണ്.
അടുത്തെന്ന് പറയുന്നത് നമുക്ക് കുറച്ച് മുളക് പൊടി വേണം. മുളക് പൊടി ഒരു 2 ടീസ്പൂൺ മതി. പിന്നെ കുറച്ച് മല്ലിയിലയാണിത്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ബിരിയാണി ഇലയാണ്, പച്ചയാണ്. ഇതിപ്പം ബിരിയാണി ഇല വേണം നമുക്ക്. അത് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ വേണ്ടുന്നത് കുറച്ച് ഓയിൽ വേണം, പിന്നെ മഞ്ഞൾപ്പൊടി വേണം, പിന്നെ കുറച്ച് ഉപ്പ് വേണം, പിന്നെ നമ്മുടെ ചിക്കൻ എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ചിക്കൻ എല്ലുള്ള പീസാണെങ്കിൽ നല്ലതായിരിക്കും, കുറച്ച് നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചെട്ടിനാട് ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ ചെട്ടിനാട് കറി വെക്കാനെ കൊണ്ട് നമുക്ക് ആദ്യമേ കുറച്ച് എണ്ണ, ഇതിപ്പോൾ ഞാൻ ഒരു ബൗൾ എണ്ണ എടുത്തിട്ടുള്ളൂ, ചെറിയ ബൗളാണ്, അത് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള എണ്ണ എടുത്താൽ മതി. ഞാനിപ്പോൾ എടുക്കുന്നത് സൺഫ്ലവറാണ്. നമ്മൾ ഒരു ബൗൾ എണ്ണ ഒഴിച്ചു കൊടുത്തു. നല്ലോണം ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ബിരിയാണി ഇലയാണ്, ബിരിയാണി ഇല ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ബിരിയാണി ഇല ഉണ്ടെങ്കിൽ അതിങ്ങനെ ചെറുതായിട്ടൊന്ന് നുറുക്കി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇല നമ്മൾ ജസ്റ്റ് ഇട്ടൊന്ന് ഇളക്കി. ഇനി നമ്മുടെ കൊച്ചുള്ളി ഉണ്ടല്ലോ, നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിരുന്ന കൊച്ചുള്ളി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂണേ ഇടുന്നുള്ളൂ. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കുക. അപ്പോൾ നമ്മുടെ ഉള്ളി നല്ലോണം ഒന്ന് നമ്മൾ വഴറ്റി എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരച്ച പേസ്റ്റാണിത്. ഇത് ഒരു 2 ടേബിൾ സ്പൂൺ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കണം. അടുത്തത് നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി, അല്ലെ കറിക്കും. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. അപ്പോൾ നമ്മുടെ മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലോണം നമ്മളൊന്ന് ഇളക്കിയെടുത്തു. ഇനി നമുക്ക് കുറച്ച് മുളക് പൊടി ഇടാം. നമുക്കൊരു 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടാൽ മതി. എന്നിട്ട് നല്ലോണം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം മുളകൊക്കെ ഇട്ട് നമ്മൾ നല്ല രീതിയിൽ ഇളക്കി. ഇനി അടുത്ത നമ്മുടെ മെയിൻ ഐറ്റം ഇടാൻ പോവുകയാണ്, നമ്മുടെ ചെട്ടിനാട് മസാല. നമ്മുടെ ചെട്ടിനാട് മസാല നമ്മൾ നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതിനകത്തോട്ട് ഇടാൻ പോവുക. നമ്മുടെ തേങ്ങയും മസാലയും കൂടി ചേർത്ത് നല്ലോണക്കും വറുത്ത് നമ്മൾ അരച്ചെടുത്തതാണ്. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. എണ്ണ ഇറങ്ങിയോണ്ട് ഒരു ഇച്ചിരി പിടുത്തമുണ്ട്. നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ചെട്ടിനാട് മസാല ഇട്ട് കഴിഞ്ഞാൽ ഇനി നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കണം. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ തക്കാളിപ്പഴം ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം നമുക്ക് ഇളക്കണം. തക്കാളിപ്പഴം ഇട്ടിട്ട് നമ്മൾ നല്ലോണം ഇളക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മളങ്ങനെ ഒരു 2 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു, ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്ത്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം നമ്മൾ. അപ്പോൾ നമ്മുടെ തക്കാളിപ്പഴമൊക്കെ ഇട്ട് നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് നമ്മൾ എന്നിട്ട് 2 ഗ്ലാസ് വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് നല്ലോണം ഒന്ന് മിക്സായി വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് മതി ഉപ്പ്. ഞാനിപ്പോൾ നോക്കിയപ്പോൾ ഒരു ഇച്ചിരി കുറവുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. നിങ്ങൾ നോക്കിയിട്ട് ഇടാവൂ, ഒരുപാട് ഉപ്പായി പോകരുത്. അപ്പം ഇത് ഉപ്പിട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കാം. ഇനിയിപ്പോൾ ഇത് നമുക്ക് നല്ലോണം ഒന്ന് തിളച്ച് വരുന്നിടം വരെ ഒന്ന് അടച്ചു വെക്കണം. നല്ലോണം ഇത് തിളച്ച് കുതിക്കണം, അതുവരെ നമുക്കൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ നമ്മുടെ ചെട്ടിനാട് ചിക്കൻ്റെ അരപ്പ് നല്ലോണം തിളച്ചിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഒരു 5 മിനിറ്റായി നമ്മൾ വെച്ചിട്ട്. അടിപൊളിയായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് അരപ്പ് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ചിക്കൻ പീസ് ഇതിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ചിക്കനായിട്ട് നമുക്ക് എടുത്ത് ഇട്ട് കൊടുത്താൽ മതി. ശ്രദ്ധിക്കണം, നല്ല എല്ല് പീസും ഒക്കെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം.
ചിക്കൻ ഇട്ടിട്ട് നല്ലോണം നമുക്ക് അടി കൂട്ടി ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ ഗ്രേവി എല്ലാം ചിക്കനകത്ത് പറ്റണം. എന്നിട്ട് ഇനിയിപ്പോൾ നമുക്കൊരു 20 മിനിറ്റത്തേക്ക് ഇതൊന്ന് അടച്ചു വെക്കാം. ഒരു 20 മിനിറ്റ് കൊണ്ട് നല്ലോണം ഈ ചിക്കനകത്ത് വെള്ളമൊക്കെ ഇറങ്ങി ഇത് നല്ലോണം വെന്ത് കിട്ടും. അപ്പോൾ നമുക്കിതങ്ങ് അടച്ചു വെക്കാം. അപ്പോൾ നമ്മുടെ ചെട്ടിനാട് ചിക്കൻ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ വെച്ചിട്ടൊരു 25 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതൊന്ന് തുറക്കാം. അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കാം. കണ്ടോ, നല്ലോണം വെന്തിട്ടുണ്ട്. നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇത് മല്ലിയിലയാണ്. മല്ലിയില ഒരു മണത്തിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഇട്ട് കൊടുക്കാം. മല്ലിയില ആവശ്യമുള്ളവർ ഇട്ടാൽ മതി. ഈ സ്മെല്ല് ഇഷ്ടമല്ലാത്ത ആൾക്കാർ കാണും. അപ്പോൾ നമുക്ക് കുറച്ച് മല്ലിയില ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അത്രയും മതി നമുക്ക് മല്ലിയില. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തേക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി, ചെട്ടിനാട് ചിക്കൻ കറി നല്ല വൃത്തിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. അപ്പം ചെട്ടിനാട് ചിക്കൻ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീടുകളിലൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എപ്പോഴും ഉള്ളൊരു ടേസ്റ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്കൊരു ചിക്കൻ കറി ഉണ്ടാക്കാൻ ഏറ്റവും നല്ല ഓപ്ഷനാണ് ചെട്ടിനാട് ചിക്കൻ എന്ന് പറയുന്നത്. അപ്പം നിങ്ങളും ട്രൈ ചെയ്തിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു നല്ല വീഡിയോയുമായി വരുന്നിടം വരെ ബൈ ബൈ.